ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ഈ കത്രികയൊക്കെ കാണുമ്പോൾ വിചാരിക്കും വല്ല ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ആണെന്ന്. പക്ഷെ ശരിക്കും ഇത് ക്രാഫ്റ്റ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇതൊരു എക്സ്പെരിമെന്റുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഈ ഒരു കത്രിക ശരിക്കും ഫെവിക്വിക്കിന്റെ അറ്റം കണ്ടിക്കാൻ നേരത്ത് ഇതൊന്ന് ഒട്ടിപ്പോയായിരുന്നു കേട്ടോ. നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് കാണിച്ചു തരാം. കണ്ടോ സുഹൃത്തുക്കളെ? അപ്പം ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പശ ഇങ്ങനെ ഒട്ടിപ്പോയേക്കുവാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ ഒരു 3-4 സ്പൂണായിട്ട് 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഫെവിക്വിക്കിന്റെ ഈ പശ മാറ്റാൻ പറ്റുമെന്നാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഉപ്പുവെള്ളം നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് കാണാം ഉപ്പിന്റെ ഒക്കെ തൈ കാണുന്നത്. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ഈ വെള്ളത്തിൽ കാണാൻ പറ്റാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരു ശകലം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കത്രികയൊക്കെ ഉപയോഗിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യമേ ഒരു ടവൽ വേണം കേട്ടോ. ടവൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഈ ഒരു കത്രിക ഒന്ന് മുക്കി നോക്കാം. ആദ്യമേ ഈ സൈഡിലേക്കൊന്ന് പറ്റിക്കാം. നമ്മളത് ഈ ടവലിലും കൂടെ ഒന്ന് മുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫെവിക്വിക്കിന്റെ ഗ്ലൂ ഒന്ന് പോരുമോ നോക്കാം. അപ്പം നമ്മുടെ ഒരു ഉപ്പോളം ഏകദേശം എല്ലായിടത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. അത്രയ്ക്കും പറ്റുന്നില്ല ഗൈസ്. നമുക്കിനി ഈ ഒരു ടവലും വെച്ചൊന്ന് നോക്കാം. ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. സുഹൃത്തുക്കളെ, അപ്പൊ ഇത് പറ്റുന്നില്ല. ഈ ഒരു എക്സ്പെരിമെന്റ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതും വെച്ച് എനിക്ക് തോന്നുന്ന ഒരു കുറച്ചൊക്കെ പറ്റും. നമുക്ക് കുറച്ച് ഫെവിക്വിക്കിന്റെ പശയൊക്കെ നൂരിപ്പോരാൻ പറ്റും. പക്ഷെ ഇത്രയൊക്കെ പോരോന്ന് എനിക്കറിയത്തില്ല. എന്താണേലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചോളുന്നു. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും പിന്നെ സയൻസിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്യും. പിന്നെ കാണുന്നവർ ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങള്, നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങള്, അടുത്ത വീഡിയോനെ കുറിച്ചുള്ള വിശേഷങ്ങൾ, അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളും ചെയ്തേനെ. അപ്പം എല്ലാവർക്കും ബൈ.